ഹായ് പാട്രിയറ്റ് മലയാളത്തിന്റെ വമ്പൻ താരങ്ങൾ ഒന്നിച്ച സിനിമ തിയേറ്ററുകളിൽ വരുന്നതിന് മുൻപ് വമ്പൻ കളക്ഷൻ റെക്കോർഡ് സിനിമ നേടിയെടുക്കും, ഇൻഡസ്ട്രി ഹിറ്റാവും, അങ്ങനെയൊക്കെയായിരുന്നു സിനിമയെക്കുറിച്ചുള്ള സംസാരം പൊതുവെ. പക്ഷെ സിനിമ തിയേറ്ററിലേക്ക് വരുന്നു. ആദ്യ ദിവസം പ്രതീക്ഷിച്ചതുപോലുള്ള ഒരു കളക്ഷൻ, ഏകദേശം അടുത്തുള്ള ഒരു കളക്ഷൻ സിനിമ നേടിയെടുത്തു. പക്ഷെ പിന്നീട് കളക്ഷനിൽ താഴേക്ക് പോകുന്ന ഒരു കാഴ്ച. ഓരോ ദിവസവും സിനിമയുടെ കളക്ഷൻ താഴേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 8,50,00,000 നേടിയെടുത്ത സിനിമ പിന്നീട് ആ ഒരു നേട്ടത്തിലേക്ക് എത്തപ്പെട്ടില്ല എന്നുള്ളത് എടുത്തു പറയുന്നു. ഫസ്റ്റ് ഡേ സിനിമ നേടിയ കളക്ഷൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 29 കോടിയാണ് നേടിയെടുത്തത്. സെക്കൻഡ് ഡേ ആയ ശനിയാഴ്ച, അതായത് വലിയ രീതിയിലുള്ള കളക്ഷൻ കൂടേണ്ടതാണ്, പക്ഷെ 10 കോടിയിൽ കൂടുതൽ കുറവാണ് ശനിയാഴ്ച ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ ആദ്യ ദിവസത്തെ അപേക്ഷിച്ച്. അതായത് 18 കോടിക്ക് അടുത്താണ് രണ്ടാം ദിവസമായിട്ടുള്ള ശനിയാഴ്ച സിനിമ നേടിയെടുത്തത്. അങ്ങനെ 2 ദിവസം കൊണ്ട് 47 കോടി നേടിയ സിനിമ മൂന്നാം ദിവസം, അത് ഞായറാഴ്ചയാണ്, ഏറ്റവും കൂടുതൽ കളക്ഷൻ വരേണ്ട ദിവസമാണ് ഞായറാഴ്ച. ഒഫീഷ്യൽ കളക്ഷനായി ഞായറാഴ്ച 14 കോടി നേടി എന്നാണ് പറയുന്നത്. അതായത് ആദ്യ 3 ദിവസം കൊണ്ട് 61 കോടിക്ക് മുകളിൽ കളക്ഷനായി നേടി എന്നുള്ളതാണ് ഒഫീഷ്യലായി വന്നിട്ടുള്ള കണക്ക്. വീക്കെൻഡ് കളക്ഷനായിട്ട് 61 കോടി നേടി എന്ന്. പക്ഷെ ട്രാക്കേഴ്സിന്റെ കണക്ക് പ്രകാരം അത്രയും വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും 60 കോടിയോളം രൂപ സിനിമ 3 ദിവസം കൊണ്ട് നേടിയെടുത്തു എന്നുള്ളതാണ് ട്രാക്കേഴ്സ് പറയുന്നത്. 4ാം ദിവസമായിട്ടുള്ള തിങ്കളാഴ്ച സിനിമയുടെ കളക്ഷൻ വലിയ രീതിയിൽ താഴേക്ക് പോയി എന്നുള്ളത് എടുത്തു പറയുന്നു. ആദ്യം 3 ദിവസവും ഭേദപ്പെട്ട കളക്ഷൻ സിനിമയ്ക്ക് നേടാനായി. ഫസ്റ്റ് മികച്ച കളക്ഷൻ നേടിയപ്പോൾ 2ാം ദിവസവും 18 കോടിയോളം കളക്ഷൻ സിനിമ നേടിയെടുത്തു. 3ാം ദിവസം അത് 14 കോടിക്ക് താഴെയായി മാറി. പക്ഷെ 4ാം ദിവസമായ തിങ്കളാഴ്ച കളക്ഷൻ 5 കോടിയിലും താഴെയായി മാറി എന്നുള്ളതാണ്. അത് കേരള ബോക്സ് ഓഫീസിലല്ല, വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ സിനിമയുടെ കളക്ഷൻ 5 കോടിയിൽ താഴെയായി എന്നുള്ളതാണ്. കേരള ബോക്സ് ഓഫീസിൽ ഇന്നലെ തിങ്കളാഴ്ച 2 കോടി പോലും ടച്ച് ചെയ്തില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതായത് സിനിമ ഇറങ്ങി 4ാം ദിവസത്തെ കാര്യമാണ് ഈ പറയുന്നത്. 2 കോടി പോലും കേരളത്തിൽ ടച്ച് ചെയ്യാനായില്ല എന്നുള്ളതാണ്. ആദ്യ 4 ദിവസം കൊണ്ട് സിനിമയുടെ കളക്ഷൻ 65 കോടിയിൽ താഴെയാണ്. 5ാം ദിവസമായിട്ടുള്ള ഇന്ന് ബുക്കിംഗ് വളരെ ശോകമാണ്. ഷോ തുടങ്ങുന്നതിന് മുൻപ് പ്രീസെയിൽ കാണിക്കുന്നത് വെറും 44 ലക്ഷമാണ്. അതായത് ഇന്നത്തെ അവസ്ഥ എന്താവും എന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും 1 കോടിക്ക് മുകളിൽ കളക്ഷൻ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എത്രത്തോളം വരും എന്ന് കണ്ടു തന്നെ അറിയാം. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ സിനിമ 4 കോടി പോലും ടച്ച് ചെയ്യില്ല എന്നുള്ളതാണ്. അതുപോലെ ലാസ്റ്റ് 24 മണിക്കൂറിൽ വെറും 40,000-ഓളം ടിക്കറ്റുകൾ മാത്രമാണ് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സിനിമയുടെ അവസ്ഥ എങ്ങനെയാണ് പോകുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. സിനിമ പരാജയപ്പെട്ടാലും 100 കോടി എന്ന മാന്ത്രിക സംഖ്യ പിന്നിടും എന്നാണ് എല്ലാവരും വിചാരിച്ചു വെച്ചിരുന്നത്. ഈ പോക്കാണ് പോകുന്നത് എങ്കിൽ സിനിമ 100 കോടി പോലും ടച്ച് ചെയ്യില്ല എന്നുള്ളത് എടുത്തു പറയുന്നു. എന്തായാലും കാത്തിരിക്കാം സിനിമയുടെ പുതിയ കളക്ഷൻ അപ്ഡേറ്റിനായിട്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.